നമ്മൾ ഫിസിക്സ് എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ളതാണ്. എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ള ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ചാപ്റ്ററിന്റെ അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഫസ്റ്റ് പേജ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഫിഗർ കാണാൻ പറ്റും. ആ ഫിഗറിന്റെ തൊട്ട് താഴെയായി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ആ ഫിഗറിൽ കാണിച്ചിട്ടുള്ള ഇലക്ട്രിക്കൽ ഡിവൈസസിന്റെ, അതായത് ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക്കൽ ഡിവൈസസിന്റെ ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഫിഗറിൽ ഒരു ഇലക്ട്രിക് ബൾബ് കാണാൻ പറ്റും, ഒരു ഇലക്ട്രിക് ഫാന് കാണാൻ പറ്റും, അതുപോലെ ഒരു ഇൻഡക്ഷൻ കുക്കർ, പിന്നെ ഒരു മിക്സി, ഒരു ഓവൻ, മൈക്രോവേവ് ഓവൻ, ഇതുപോലുള്ള കുറച്ച് എക്യുപ്മെന്റ്സ് കാണാൻ പറ്റും. ഇതിന്റെ എല്ലാത്തിന്റെയും, ഈ കാണിച്ചിരിക്കുന്ന എല്ലാ ഡിവൈസസിന്റെയും ഇൻപുട്ട് എനർജി എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി തന്നെയാണ്. ഇലക്ട്രിക്കൽ എനർജിയാണ് നമ്മൾ ഇൻപുട്ട് ആയിട്ട് ഈ കാണിച്ചിരിക്കുന്ന എല്ലാ ഡിവൈസസിനും കൊടുക്കുന്നത്. എന്നാൽ ഈ ഇലക്ട്രിക് ഡിവൈസുകളുടെ എല്ലാം ഔട്ട്പുട്ട് ഡിഫറെന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇലക്ട്രിക് ബൾബിലേക്ക് നമ്മൾ ഇൻപുട്ട് ആയി കൊടുക്കുന്നത് ഇലക്ട്രിക്കൽ എനർജിയാണ്. ഈ ഇലക്ട്രിക്കൽ എനർജിയെ ഇലക്ട്രിക് ബൾബ് മെയിൻ ആയിട്ട് ലൈറ്റിന്റെ ഫോമിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതിന്റെ കൂടെ ഹീറ്റിന്റെ ഫോമിലുള്ള എനർജിയും ഉണ്ടാവുന്നുണ്ട്. എങ്കിലും നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ലൈറ്റ് എനർജിയാണ്. സോ ബൾബ് എന്ന് പറയുന്ന നമ്മുടെ ഇലക്ട്രിക് ഡിവൈസ് ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്നാൽ ഇൻഡക്ഷൻ കുക്കറിന്റെ കേസിലാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ അയൺ ബോക്സിന്റെ കേസിലാണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് എനർജി. അതായത് ഓരോ ഇലക്ട്രിക്കൽ ഡിവൈസുകളും ഇൻപുട്ട് എനർജി ഇലക്ട്രിക്കൽ എനർജി ആണെങ്കിൽ പോലും അതിനെ ഡിഫറെന്റ് ഫോമിലേക്കാണ് കൺവേർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ഇലക്ട്രിക്കൽ എനർജിയെ നമുക്ക് ആവശ്യമുള്ള യൂസ്ഫുൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏത് ഫോമിലേക്കാണോ കൺവേർട്ട് ചെയ്യുന്നത് ആ ഫോമിന്റെ പേരിലായിരിക്കും അതിന്റെ എഫക്റ്റ് അറിയപ്പെടുക. അപ്പം ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, ദ യൂസ്ഫുൾ ഫോം ഓഫ് എനർജി into which a device converts electrical energy is considered as the effect of electric current on that device. ആ ഡിവൈസിലൂടെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി പാസ് ചെയ്യുമ്പോൾ, ഇലക്ട്രിക്കൽ എനർജി ഇൻപുട്ട് ആയി കൊടുക്കുമ്പോൾ ഏത് ഫോമിലേക്കാണോ കൺവേർട്ട് ചെയ്യുന്നത് ആ ഫോമിന്റെ പേരിലായിരിക്കും അതിലൂടെയുള്ള ഇലക്ട്രിക് എനർജിയുടെ എഫക്റ്റ് അറിയപ്പെടുക. ഫോർ എക്സാമ്പിൾ, ബൾബില് നമ്മൾ ഇൻപുട്ട് ആയി കൊടുക്കുന്നത് ഇലക്ട്രിക്കൽ എനർജി ആണെങ്കിലും ഔട്ട്പുട്ട് ആയി നമുക്ക് കിട്ടുന്നത് ലൈറ്റ് എനർജിയാണ്. സോ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ലൈറ്റ് എഫക്റ്റ് ആയിരിക്കും. അയൺ ബോക്സിന്റെയോ അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കറിന്റെയോ കേസിൽ ഇൻപുട്ട് എനർജി ഇലക്ട്രിക്കൽ എനർജിയാണ്. എന്നാൽ അത് കൺവേർട്ട് ചെയ്യുന്നത് ഹീറ്റിന്റെ ഫോമിലേക്കാണ്, ഹീറ്റ് എനർജി ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് ഹീറ്റിംഗ് എഫക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ മിക്സിയുടെ കേസിലാണെങ്കിൽ electrical energy is converted into mechanical energy. So the effect produced here is mechanical effect. ഇത്രയുമാണ് നമ്മുടെ ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് ഈ ഒരു ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ട് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ളതാണ്. ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ള ഈ ഒരു പാർട്ടിന്റെ ഫസ്റ്റ് പോയിന്റ് ജൂൾസ് ലോ ആയിരിക്കും. ജൂൾസ് ലോ എക്സാമിന് 1-2 ഫോമിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതായത് ജൂൾസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കാം, അതല്ലെങ്കിൽ ജൂൾസ് ലോയുടെ ഇക്വേഷനുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ചോദിക്കാം, അതല്ലെങ്കിൽ ജൂൾസ് ലോയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ബാക്കിയുള്ള അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒക്കെ ചോദിക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് ആണ് ജൂൾസ് ലോ. ജൂൾസ് ലോ എന്നുള്ളത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ജൂൾസ് ലോ നമ്മളൊരു 2-3 ലൈൻ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എഴുതി കൊടുക്കേണ്ടി വരിക. ആദ്യം ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറയാം. സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, കാരണം ജൂൾസ് ലോയുടെ ഒരു ഇക്വേഷനും കൂടി ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യും. ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന നമ്മുടെ 2-3 ലൈൻ ആയിട്ടുള്ള നമ്മുടെ ജൂൾസ് ലോയുടെ ആ ഒരു ഡെറിവേഷനും അല്ലെങ്കിൽ ഒരു ഡെഫിനിഷനും നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, Joule's law states that the heat generated in a current carrying conductor
will be directly proportional to the product of square of the current, resistance of the conductor and time of the current passing through it. ഇതാണ് നമ്മുടെ ജൂൾസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്. ഒന്നുകൂടി പറയാം. ജൂൾസ് ലോ സ്റ്റേറ്റ് ദാറ്റ് the heat energy generated in a current carrying conductor will be directly proportional to the product of square of the current, resistance of the conductor and the time of current passing through it. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ബൈ ഹാർട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. പകരം ജൂൾസ് ലോയുടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്താൽ മതി. ആ ഇക്വേഷൻ ആണ് ഞാൻ ബോൾഡ് എഴുതാൻ പോകുന്നത്. H proportional to I square RT. ഈ ബോക്സിലാക്കിയിരിക്കുന്ന H proportional to I square RT എന്നുള്ള ഇക്വേഷൻ ആണ് ജൂൾസ് ലോയുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ജൂൾസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാന്നുള്ളതാണ് ഞാൻ ആദ്യം ബോർഡിൽ കാണിക്കാൻ പോകുന്നത്. നോക്കോളൂ. ഫസ്റ്റ് ഇവിടെ H എന്നുള്ള ലെറ്റർ കാണാം. നമുക്കറിയാം H സ്റ്റാൻഡ്സ് ഫോർ ഹീറ്റ്. I current, R resistance and T for time. ഈ ഇക്വേഷൻ വെച്ച് നമ്മൾ എങ്ങനെയാണ് ജൂൾസ് ലോ സ്റ്റേറ്റ് ചെയ്യാന്നുള്ള കാര്യമാണ് പറയുന്നത്. The heat energy generated in a current carrying conductor. H എന്ന ഹീറ്റ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. So the heat energy generated in a current carrying conductor will be directly proportional. ഈ ഒരു സൈൻ കൊടുക്കുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ്, പ്രൊഡക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ളത് നമ്മൾ അതിന്റെ സിമ്പിൾ ഇട്ടില്ലെങ്കിലും പ്രൊഡക്റ്റ് ഓഫ് എന്ന് തന്നെയാണ് നമ്മൾ വായിക്കാറുള്ളത്. സോ പ്രൊഡക്റ്റ് ഓഫ് square of the current, resistance of the conductor and time of current passing through it. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ജൂൾസ് ലോ. ആ ജൂൾസ് ലോ സ്റ്റേറ്റ്മെന്റ് ആക്കി ബൈ ഹാർട്ട് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സ്റ്റേറ്റ്മെന്റ് റീകോൾ ചെയ്തെടുക്കാൻ പറ്റും. ഒന്നൊരു കാണിച്ചുതരാം. H എന്നുള്ള ലെറ്റർ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം ഹീറ്റ് ആണ്. H stands for heat. The heat energy generated in a current carrying conductor. ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ്, എമൗണ്ട് ഓഫ് ഹീറ്റ്. ഇവിടെയുള്ള സിമ്പിൾ പ്രൊപ്പോർഷണൽ എന്നുള്ളതാണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നുള്ള സിമ്പിൾ ആണ്. സോ ദ ഹീറ്റ് എനർജി ജനറേറ്റഡ് ഇൻ എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് ദ കറണ്ട്, റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ and time of current passing through it. ഈ ജൂൾസ് ലോയുടെ ഈ ഒരു ചെറിയൊരു ഇക്വേഷൻ നമ്മൾ ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 ബെനിഫിറ്റ്സ് ഉണ്ടാവും. ആ 3 ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ജൂൾസ് ലോ തന്നെയാണ്. അതായത് ജൂൾസ് ലോ ബൈ ഹാർട്ട് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാമിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന, അതായത് ഇവിടെ ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതും ബൈ ഹാർട്ട് ചെയ്യാതെ ഈ ഇക്വേഷൻ നിന്ന് നമുക്ക് അതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. എന്നോട് പറയാം, ഹീറ്റിനെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്നും അതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റും. തേർഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് പ്രോബ്ലംസ് ആയിരിക്കും. ചെറിയ ചെറിയ പ്രോബ്ലംസ് ചോദിക്കും. ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പ്രോബ്ലവും സോൾവ് ചെയ്യാൻ പറ്റും. ഈ 3 ബെനിഫിറ്റ്സ് ഉണ്ടാവും നമുക്ക് ഇങ്ങനെയുള്ള ഒരൊറ്റ ഇക്വേഷൻ. H പ്രൊപ്പോർഷണൽ ടു I സ്ക്വയർ RT അല്ലെങ്കിൽ H ഈക്വൽ ടു I സ്ക്വയർ RT എന്നുള്ള ആ ഒരു ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫസ്റ്റ് ബെനിഫിറ്റ്, ആ ഫസ്റ്റ് ബെനിഫിറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ജൂൾസ് ലോ എന്താണെന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞു H ഹീറ്റ് ആണ്. സോ ഹീറ്റ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് സ്ക്വയർ ഓഫ് ദ കറന്റ്, റെസിസ്റ്റൻസ് ഓഫ് ദ കണ്ടക്ടർ, ടൈം ഓഫ് കറന്റ് പാസിംഗ് ത്രൂ ഇറ്റ്. ഇതാണ് ഫസ്റ്റ് ബെനിഫിറ്റ്. സെക്കൻഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഫാക്ടേഴ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു കണ്ടക്ടറുടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ജനറേറ്റ് ചെയ്യുന്ന
ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനിൽ നിന്നും ആൻസർ കണ്ടെത്താൻ പറ്റും. അത് വേറെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കൊന്നും വേണ്ട. ഫാക്ടേഴ്സ് ഇതൊക്കെയാണെന്ന് പറഞ്ഞ് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നതിന് പകരം ഈ ഇക്വേഷൻ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ ഒരു ഐ എന്നുള്ള ലെറ്റർ ഉണ്ട്, ആർ എന്നുള്ള ലെറ്റർ ഉണ്ട്, ടി എന്നുള്ള ലെറ്റർ ഉണ്ട്. ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അപ്പൊ ഹീറ്റിനെ അങ്ങോട്ട് ഒഴിവാക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള 3 ലെറ്റേഴ്സ് ഐ കറണ്ട്, ആർ റെസിസ്റ്റൻസ് ആൻഡ് ടി ടൈം, ഇത് 3ഉമായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ്. അപ്പൊ ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് അതൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഒരു ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ആൻസർ കിട്ടും. അത് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കറണ്ട് ആണ്, റെസിസ്റ്റൻസ് ആണ്, ദെൻ ലാസ്റ്റ് വൺ ടൈം. ഇതാണ് സെക്കൻഡ് ബെനിഫിറ്റ്. ദെൻ തേർഡ് ആൻഡ് ലാസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് പ്രോബ്ലം ചെയ്യാൻ പറ്റും. പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ഒരിക്കലും എച്ച് പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആർ ടി എന്നുള്ള ഇക്വേഷൻ വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. അതിനെ ഞാനൊന്ന് മോഡിഫൈ ചെയ്യാൻ പോവാണ്. എച്ച് പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആർ ടി എന്നുള്ള ഇക്വേഷനിൽ എച്ച് പ്രൊപ്പോർഷണൽ എന്നുള്ള ഈ ഒരു സിമ്പിൾ മാറ്റിയിട്ട് ഈക്വൽ ടു ആക്കും. എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. പ്രൊപ്പോർഷണാലിറ്റി എന്നുള്ള ഈ ഒരു സിമ്പിള് റീപ്ലേസ് ചെയ്ത് പകരം നമ്മൾ ഈക്വൽ ടു ആക്കണമെങ്കിൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ 1 ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇക്വേഷനിൽ ഒരു ചേഞ്ചും വരില്ല. സോ പ്രോബ്ലം ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. എച്ച് ഈക്വൽ ഐ സ്ക്വയർ ആർ ടി എന്നുള്ള ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോബ്ലം ചെയ്യാൻ പറ്റും. ആ പ്രോബ്ലത്തിൽ ഹീറ്റിന്റെ എമൗണ്ട് കാണാനാണ് പ്രോബ്ലം സാധാരണ ചോദിക്കാറുള്ളത്. ഹീറ്റിന്റെ എമൗണ്ട് കാണാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് തന്നിട്ടുണ്ടാവാം, റെസിസ്റ്റൻസ് ആൻഡ് ടൈം, ഇത് 3ഉം തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഹീറ്റിന്റെ എമൗണ്ട് കാണാൻ പറ്റും. ഇത്രയാണ് ഈ ഒരു ജൂൾസ് ലോയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ജൂൾസ് ലോന്റെ ബേസിസിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് നമ്പർ 11ൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ടേബിൾ 1.2. ആ 1.2 നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ആ കംപ്ലീറ്റ് ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ജൂൾസ് ലോ ആയിരിക്കണം. ജൂൾസ് ലോ ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യം എന്ന് പറയുമ്പോൾ എന്തായാലും നമുക്ക് ജൂൾസ് ലോയുടെ ഇക്വേഷൻ വേണ്ടി വരും. എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഇതാണ് നമ്മുടെ ജൂൾസ് ലോയുടെ ഇക്വേഷൻ. ഇതില് 3 ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ 3 ഫാക്ടേഴ്സിൽ ഒന്ന് കറണ്ട് ആണ്, സെക്കൻഡ് വൺ റെസിസ്റ്റൻസ്, തേർഡ് വൺ ടൈം. ഈ കറണ്ട് ഡബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ എത്രയാണുള്ളത് അതിന് ഡബിൾ ആയിട്ടുണ്ടെങ്കിൽ ഹീറ്റ് എത്ര ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും? കറണ്ട് ഹാഫ് ആയിട്ടുണ്ടെങ്കിൽ ഹീറ്റ് എത്ര ടൈംസ് ആയിട്ട് ഡിക്രീസ് ചെയ്യും? അതേപോലെ റെസിസ്റ്റൻസും ടൈമും ഡബിൾ ആവുമ്പോൾ ഹീറ്റിന് എന്ത് ചേഞ്ച് വരും? റെസിസ്റ്റൻസും ടൈമും ഹാഫ് ആവുമ്പോഴും നമ്മുടെ ഹീറ്റിന് എന്ത് ചേഞ്ച് വരും എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ കറണ്ട് ആണ്. വെൻ കറണ്ട് ഡബിൾ, കറണ്ട് 2 ടൈംസ് ആയി മാറുമ്പോൾ ഹീറ്റ് എത്ര ടൈംസ് ആയി മാറും എന്നുള്ള കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കറണ്ട് ഐ ആയിരിക്കും, അതിന്റെ ഡബിൾ ആകുക എന്ന് പറയുമ്പോൾ 2i ആയിട്ട് മാറും. കറണ്ട് ഐ ആണ്, ഐ ഡബിൾ ആയി മാറുന്ന വെക്കുമ്പോൾ 2i ആയിട്ട് മാറും. നമുക്കറിയാം ഇക്വേഷൻ ഒരിക്കലും ഐ അല്ല, ഐ സ്ക്വയർ ആണ്. സോ ഇവിടെ നമ്മൾ സ്ക്വയർ ചെയ്യേണ്ടി വരും. 2i ഹോൾ സ്ക്വയർ ആയിട്ട് മാറും. ഐക്ക് സ്ക്വയർ കൊടുത്തപ്പോൾ ഐയുടെ ഡബിൾ 2i, ഈ 2iക്കും സ്ക്വയർ കൊടുത്തു. 2യുടെ സ്ക്വയർ 4 ആയിരിക്കും, ഐന്റെ സ്ക്വയർ ഐ സ്ക്വയർ. സോ ഐ സ്ക്വയർ എന്നുള്ളതിന് പകരമായിട്ട് നമുക്ക് 4i സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. ഈ ഇക്വേഷനിൽ എച്ച് ഈക്വൽ ടു ഐ സ്ക്വയർ എന്നുള്ളതിന് പകരം, ഈ ഐ സ്ക്വയർ എന്നുള്ളതിന് പകരം 4i സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. 4i സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി. നോക്കിയാൽ മനസ്സിലാവും ഇവിടെ ഒരു ഐ സ്ക്വയർ ആർ ടി എന്നുള്ള ഒരു സാധനം കാണാൻ പറ്റും. ഇത് ഹീറ്റ് ആണെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഐ സ്ക്വയർ ആർ ടി ആണ് ഹീറ്റ്. സോ 4h എന്ന് കിട്ടും. മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് ഡബിൾ ആകുമ്പോൾ ഹീറ്റ്
4 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. കറണ്ട് ഡബിൾ ആവുമ്പോൾ ഹീറ്റ് 4 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. ഇനി ഇതേപോലെ കറണ്ട് ഹാഫ് ആയിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴെത്രയാണ് ഉള്ളത് അതിന്റെ ഹാഫ് ആയിട്ടുണ്ടെങ്കിൽ ഹീറ്റിന് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ? ഇനിയിപ്പോ ഡിക്രീസ് ആണെങ്കിൽ തന്നെ എത്ര ടൈംസ് ഡിക്രീസ് ചെയ്യും? ഇത്രയും കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കറണ്ട് ഐ ആയിരിക്കും. കറണ്ട് ഹാഫ് ആയി മാറുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ I/2 ആയിരിക്കും. നമ്മുടെ ഇക്വേഷനിൽ ഐ എന്നല്ല I² എന്നാണ് കാണിച്ചിരിക്കുന്നത്. കറണ്ടിന്റെ കേസിൽ മാത്രമാണ് സ്ക്വയർ ഉള്ളത്. സോ ഇവിടെ ഐക്ക് പകരം I² കൊടുക്കും. അങ്ങനെയാണെങ്കിൽ I/2 ഹോൾ സ്ക്വയർ കൊടുക്കേണ്ടി വരും. I² എന്നുള്ളത് I/2 ഹോൾ സ്ക്വയർ ആയി മാറുമ്പോൾ I² ഡിവൈഡ് ബൈ 2 സ്ക്വയർ. 2 സ്ക്വയർ 4 ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. സോ നമ്മുടെ ഇക്വേഷൻ H = I² RT. ഈ I² RT യില് I² എന്നുള്ള ലെറ്ററിന് പകരം നമ്മൾ I²/4 എന്നുള്ള ലെറ്റർ യൂസ് ചെയ്ത് വരും. സോ I²/4 × R × T. ഇത്രയും ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഇത്രയും പാർട്ട് ഹീറ്റിന്റെ ഇക്വേഷൻ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് I² RT = H ആയിരിക്കും. സോ H/4 ആയിട്ട് മാറും. H/4 മീൻസ് H × 1/4 ആയിരിക്കും. സോ when current half ആവുന്ന സമയത്ത് ഹീറ്റ് 1/4 ടൈംസ് ആയിട്ട് ഡിക്രീസ് ചെയ്യും. ഈ കറണ്ടിന്റെ കേസിൽ മാത്രമേ ഉള്ളൂ ചേഞ്ച് ഉള്ളൂ. റെസിസ്റ്റൻസിന്റെയും ടൈമിന്റെയും പാറ്റേൺ ഓൾമോസ്റ്റ് സെയിം ആണ്. നമുക്ക് റെസിസ്റ്റൻസിന്റെയും ടൈമിന്റെയും കാര്യം ഇതേപോലെ ചെയ്യുമ്പോൾ മനസ്സിലാവും അത് രണ്ടും സെയിം പാറ്റേൺ ആയിരിക്കും. ഈ കറണ്ടിന്റെ കേസിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ. കറണ്ട് ഡബിൾ ആവുമ്പോൾ ഹീറ്റ് 4 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യും. കറണ്ട് ഹാഫ് ആയിട്ട് മാറുമ്പോൾ ഹീറ്റ് 1/4 ടൈംസ് ആയിട്ട് ഡിക്രീസ് ചെയ്യും. നമ്മള് കറണ്ട് എന്നുള്ള ഫാക്ടറിനുള്ള ചേഞ്ച് നമ്മൾ നോക്കി. കറണ്ട് ഡബിൾ ആവുമ്പോൾ ഹീറ്റ് എത്ര ടൈംസ് ആവും, കറണ്ട് ഹാഫ് ആവുമ്പോൾ ഹീറ്റ് എത്ര ടൈംസ് ആവും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ നോക്കി. കറണ്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് നോക്കാനുള്ള 2 ഫാക്ടറും കൂടി ഉണ്ട്. അതിൽ പെടുന്ന ഒന്നാണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് ഡബിൾ ആവുമ്പോൾ ഹീറ്റ് എത്ര ടൈംസ് ആവുന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ. റെസിസ്റ്റൻസ് ഡബിൾ ആവുക മീൻസ് R എന്നുള്ളത് 2R ആയിട്ട് മാറും. ഐക്ക് മാത്രമേ നമ്മൾ ഇക്വേഷനിൽ സ്ക്വയർ ഉള്ളൂ. അപ്പോൾ ആറിന് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, സ്ക്വയർ ഇടേണ്ട കാര്യമില്ല. R എന്നുള്ള ലെറ്റർ എവിടെയാണുള്ളത് അതിന് പകരം 2R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ നമ്മുടെ ഇക്വേഷൻ H = I² RT എന്നുള്ള ഇക്വേഷനിൽ I² × R എന്നുള്ളതിന് പകരം 2R സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 2R × T. ഇതില് 2 നമ്മൾ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ 2 × I² RT എന്നാക്കി മാറ്റാൻ പറ്റും. ഇവിടെയുള്ള I² RT എന്നുള്ളത് ഹീറ്റ് ആണെന്ന് നമുക്കറിയാം. H = I² RT ആണെങ്കിൽ ഇവിടെ 2H ആയിട്ട് മാറും. മീൻസ് ഹീറ്റ് 2 ടൈംസ് ആയിട്ട് മാറും. റെസിസ്റ്റൻസ് ഡബിൾ ആവുമ്പോൾ ഹീറ്റും ഡബിൾ ആവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, റെസിസ്റ്റൻസ് ഹാഫ് ആയി മാറുന്ന സമയത്ത്, റെസിസ്റ്റൻസ് ഹാഫ് ആയി മാറുമ്പോൾ ഹീറ്റും എത്ര ടൈംസ് ആയി മാറും എന്നുള്ള കാര്യമാണ് ഇനി പറയുന്നത്. അതില് റെസിസ്റ്റൻസ് R എന്ന് കൊടുത്തു. R ഹാഫ് ആവുക മീൻസ് R/2 ആയിരിക്കും. ഇക്വേഷനിൽ സ്ക്വയർ ഇല്ലാത്തത് കാരണം H = I² RT എന്നുള്ള ഇക്വേഷനിൽ I² × R എന്നുള്ളതിന് പകരം ഇവിടെയുള്ള R എന്നുള്ളതിന് പകരം R/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ R/2 × T. ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഇത്രയും പോർഷൻ I² RT എന്ന് കാണാൻ പറ്റും. ഈ I² RT പകരം നമുക്ക് H സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ H/2. നമ്മുടെ ഇക്വേഷൻ H/2 ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, അതായത് ഹീറ്റ് H × 1/2 ആയിട്ട് മാറിയിട്ടുണ്ടെന്നാണ് മീനിങ്. റെസിസ്റ്റൻസ് ഹാഫ് ആയി മാറുമ്പോൾ ഹീറ്റും ഹാഫ് ആയിട്ട് മാറും. നേരത്തെ നമ്മൾ കറണ്ടിന്റെ കേസ് പറഞ്ഞ പോലെ അത്ര കൺഫ്യൂഷൻ ആക്കുന്ന ഫാക്ടർ ഒന്നുമില്ല. ഇത്ര മാത്രം നോക്കിയാൽ മതി. റെസിസ്റ്റൻസ് ഡബിൾ ആവുമ്പോൾ
ഹീറ്റും ഡബിൾ ആവും. റെസിസ്റ്റൻസ് ഹാഫ് ആവുമ്പോൾ ഹീറ്റും ഹാഫ് ആവും. സിമ്പിൾ ആണ്. അതേപോലെ തന്നെയാണ് നമ്മൾ ടൈമിന്റെ കേസിലും വരിക. ടൈമും ഇവിടെ RT എന്ന് പറഞ്ഞ പോലെ തന്നെ സ്ക്വയർ ഒന്നും ഇല്ലാത്തതായതുകൊണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെ ടൈം 2t ആയിട്ട് മാറും. ടി എന്നുള്ളതിന് പകരം 2t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. ഇവിടെ t എന്നുള്ളത് t/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. ഇക്വേഷനിൽ t/2 അല്ലെങ്കിൽ 2t സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും സെയിം ആൻസർ തന്നെയാണ് വരിക. അതായത് ടൈം ഡബിൾ ആവുന്ന കണ്ടീഷനിൽ ഹീറ്റും ഡബിൾ ആവും, 2 ടൈംസ് ആയി മാറും. ടൈം ഹാഫ് ആവുന്ന കണ്ടീഷനിൽ ഹീറ്റും ഹാഫ് ആയിട്ട് മാറും. ഒന്നുകൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ 3 ഫാക്ടറാണ് ഡിപെൻഡ് ചെയ്യാൻ നമുക്കറിയാം. ആ 3 ഫാക്ടർ ഒന്ന് കറണ്ട് ആണ്, നെക്സ്റ്റ് വൺ റെസിസ്റ്റൻസ്, ലാസ്റ്റ് വൺ ടൈം. ഇതില് കറണ്ടിന്റെ കേസിൽ മാത്രമേ നമുക്കൊരു ചേഞ്ച് വരുത്താനുള്ളൂ, അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ചേഞ്ച് ആയിട്ട് പഠിക്കാനുള്ളൂ. കറണ്ട് ഡബിൾ ആകുമ്പോൾ ഹീറ്റ് 4 ടൈംസ് ആയിട്ട് മാറും. കറണ്ട് ഹാഫ് ആയിട്ട് മാറുമ്പോൾ ഹീറ്റ് 1/4 ടൈംസ് ആയിട്ട് ഡിക്രീസ് ചെയ്യും. അതാണ് കറണ്ടിന്റെ കേസ്. ദെൻ നെക്സ്റ്റ് വൺ റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസും ടൈമും ഡബിൾ ആവുമ്പോൾ ഹീറ്റ് ഡബിൾ ആവും. റെസിസ്റ്റൻസും ടൈമും ഹാഫ് ആവുമ്പോൾ ഹീറ്റും ഹാഫ് ആയി മാറും. നമ്മൾ ജൂൾസ് ലോ ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു, ജൂൾസ് ലോയുടെ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിലൊന്ന് ജൂൾസ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നതും, രണ്ടാമത്തത് ജൂൾസ് ലോയുമായി റിലേറ്റ് ചെയ്ത് ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് പറയാൻ പറ്റുന്നതാണ്. അത് രണ്ടും കഴിഞ്ഞു. മൂന്നാമതായിട്ട് നിങ്ങൾക്ക് ഞാനൊരു ബെനിഫിറ്റ് കൂടി പറഞ്ഞിരുന്നു, പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നു. ആ പ്രോബ്ലത്തിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത്. അതിലൊരു ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ബോർഡിൽ എഴുതാണ് H = I² RT. ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. കറണ്ട്, റെസിസ്റ്റൻസ്, ടൈം, ഇത് 3 തന്നിട്ട് ഹീറ്റ് കാണാൻ ചോദിച്ചാൽ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. എന്നാൽ എല്ലാ ക്വസ്റ്റ്യനിലും കറണ്ട്, റെസിസ്റ്റൻസ്, ടൈം തന്നോണമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് കറണ്ടിന് പകരം വോൾട്ടേജ് ആയിരിക്കും തരിക. ചില പ്രോബ്ലത്തിൽ റെസിസ്റ്റൻസ് തരില്ല, പകരം കറണ്ടും വോൾട്ടേജും ടൈമും ആയിരിക്കും തരിക. ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് പ്രോബ്ലം വരുന്നതുകൊണ്ട് വേറെ 2 ഇക്വേഷൻ കൂടി നമ്മൾ പഠിക്കാനുണ്ട്. ആ 2 ഇക്വേഷനിലേക്കാണ് കിടക്കുന്നത്. ആ ഇക്വേഷൻ എങ്ങനെ വന്നു എന്നുള്ള കാര്യം വേണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്ത് തരാം. എക്സാമിന് അതിന്റെ ഡെറിവേഷൻ ചോദിക്കാറില്ല. പഠിച്ചിട്ടുള്ളൊരു ലോ ഉണ്ട്, ഓംസ് ലോ. ഇതാണ് ഓംസ് ലോ. ഓംസ് ലോയിൽ നിന്ന് നമുക്ക് 3 ഇക്വേഷൻ കിട്ടും. V = IR, I = V/R, R = V/I. ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ലെറ്റർ I = V/R എന്നുള്ള ലെറ്റർ നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടും. അതേപോലെ R = V/I എന്നുള്ള ഇക്വേഷനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടും. അങ്ങനെ കിട്ടുന്ന 2 ഇക്വേഷൻ കൂടെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഇക്വേഷൻ കൂടെ ചെയ്യേണ്ടതുണ്ട്. ആ 2 ഇക്വേഷൻ ആണ് ബോർഡിൽ എഴുതുന്നത്. H = V²/R × T. Then H = IVT. ഈ ബോക്സിൽ ആക്കിയിരിക്കുന്ന 3 ഇക്വേഷൻ ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഈ 3 ഇക്വേഷൻ വെച്ചിട്ടാണ് നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ടി വരിക. ജൂൾസ് ലോയുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള 3 ടൈപ്പ് പ്രോബ്ലം നമുക്ക് ഈ 3 ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റും. കണ്ട ബോർഡ് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ കറണ്ട്, റെസിസ്റ്റൻസ്, ടൈം, ഇത് 3 തന്ന് ഹീറ്റ് ചോദിച്ചാൽ നമുക്ക് ഹീറ്റ് കാണാൻ ചോദിച്ചാൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ കറണ്ട് തരാതെ വോൾട്ടേജ്, റെസിസ്റ്റൻസ്, ടൈം, ഇത് തന്നാൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. ദെൻ കറണ്ട്, വോൾട്ടേജ്, ടൈം, റെസിസ്റ്റൻസിനെ കുറിച്ച് ഒന്നും പറയാതെ ജസ്റ്റ് കറണ്ട്, വോൾട്ടേജ്, ടൈം, ഇത് 3 തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റും. പ്രോബ്ലം ചെയ്യുമ്പം എല്ലാവരുടെ കയ്യിൽ നിന്ന് തെറ്റിപ്പോകുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ടൈം എന്നുള്ളത്. പ്രോബ്ലത്തിൽ എന്തിൽ തന്നാലും, ഹവറിൽ തന്നാലും, മിനിറ്റ് തന്നാലും
നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തതിനു ശേഷം മാത്രമേ ഉള്ളൂ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടുള്ളൂ. ടൈം ഹവറിലോ മിനിറ്റിലോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ തെറ്റിപ്പോകും. ഇനി നമ്മൾ ജൂൾസ് ലോയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പ്രോബ്ലംസിലേക്കാണ് കിടക്കുന്നത്. ജൂൾസ് ലോയുടെ 3 ഇക്വേഷൻ നൽകാൻ നമ്മൾ പറഞ്ഞിരുന്നു. അതുമായി റിലേറ്റ് ചെയ്ത ഒരു 3 പ്രോബ്ലം ചെയ്യും. അതിലെ ഒരു പ്രോബ്ലം പേജ് നമ്പർ 12 പേജ് നമ്പർ 12 ചെയ്തു വെച്ചിട്ടുണ്ട്. ഞാൻ ബോർഡിൽ ഒന്നുകൂടി ചെയ്ത് കാണിക്കാൻ പോവാണ്. ആ പ്രോബ്ലം ഇത്രയാണ് പറയുന്നത്: ഹൗ മച്ച് വിൽ ബി ദ ഹീറ്റ് ഡെവലപ്ഡ് ഇഫ് 0.2 ആംപിയർ കറന്റ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടർ ഓഫ് റെസിസ്റ്റൻസ് 200 ohm ഫോർ 5 minutes. ഒരു പ്രോബ്ലം തന്നിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി അത് നന്നായിട്ടൊന്ന് റീഡ് ചെയ്ത് നോക്കുകയാണ്. റീഡ് ചെയ്താൽ നമുക്ക് അതിൽ എന്തൊക്കെയാണ് ഗിവൺ ഡാറ്റാസ് എന്ന് കണ്ടെത്താൻ പറ്റും. ആ ഗിവൺ ഡാറ്റ നമുക്കൊന്ന് ജസ്റ്റ് എഴുതിയെടുക്കാം. പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്: കറണ്ട് തന്നിട്ടുണ്ട് 0.2 ആംപിയർ. സോ I is equal to 0.2 ampere. Then flows through a conductor of resistance 200 ohm. The resistance R is equal to 200 ohm. Then for 5 minutes, time T is equal to 5 minutes. നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോബ്ലം ഒരിക്കലും എന്ത് ചെയ്യില്ല, മിനിറ്റ് ചെയ്യില്ല, സെക്കൻഡിലേ ചെയ്യാറുള്ളൂ. 1 minute is equal to 60 seconds. So 2 minute ആണെങ്കിൽ 2 into 60, 3 minute ആണെങ്കിൽ 3 into 60, 5 minutes 5 into 60 seconds, 5 into 60 300 seconds. ഈ ഒരു പാർട്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രോബ്ലം മൊത്തം കിട്ടുന്നതാണ്. ഓക്കെ, നമ്മൾ കാണാൻ ചോദിച്ചിരിക്കുന്നത് ഹീറ്റിന്റെ എമൗണ്ട് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഗിവൺ ഡാറ്റാസ് നോക്കിയാൽ മനസ്സിലാവും. HIRT ഇത്രയും 4 ലെറ്റേഴ്സ് ഉള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. H is equal to I square RT. സോ I എന്നുള്ള ലെറ്ററിന് പകരമായിട്ട് നമ്മളിവിടെ 0.2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 0.2 സ്ക്വയർ, കാരണം I സ്ക്വയർ ആണ്, ഇൻറ്റു R 200 ഇൻറ്റു T ടൈം 300. പ്രോബ്ലം ചെയ്യുമ്പോൾ 0.2 സ്ക്വയർ ചെയ്യണം. മതി 0.2 സ്ക്വയർ ചെയ്യാൻ മീൻസ് എക്സ് സ്ക്വയർ മീൻസ് എക്സ് ഇൻറ്റു എക്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 0.2 സ്ക്വയർ 0.2 ഇൻറ്റു 0.2, 0.2 ഇൻറ്റു 0.2, 2 ഇൻറ്റു 2 4 ആണെന്നറിയാം. ഈ ഒരു പാർട്ടിൽ പോയിന്റിന് ശേഷം ഇവിടെ നമുക്ക് ഒരു പ്ലേസ് കാണാൻ പറ്റും, തൊട്ട് താഴെ നമുക്ക് വേറൊരു പ്ലേസ് കാണാൻ പറ്റും. സോ നമുക്കിവിടെ പോയിന്റിന് ശേഷമായിട്ട് 2 പ്ലേസ് ഉണ്ട്. ആൻസറിലും 2 പ്ലേസ് വേണം എന്നുള്ളതുകൊണ്ട് നമുക്ക് 0.04 ആയിരിക്കും ആൻസർ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.04 ഇൻറ്റു 200 ഇൻറ്റു 300. 0.04 എന്ന് പറയുന്നതിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസ് കാണാൻ പറ്റും. ഈ 2 പ്ലേസ് മാറ്റിയിട്ട് ഇതിനെ 4 എന്നാക്കണമെങ്കിൽ ഇൻറ്റു 100 ചെയ്യേണ്ടി വരും. ആ ഇൻറ്റു 100 കിട്ടാൻ നമുക്ക് 200 എന്നുള്ളതിനെ നമുക്ക് 2 ഇൻറ്റു 100 ആക്കി മാറ്റാം. 2 ഇൻറ്റു 100 ആക്കി മാറ്റാം. 2 ഇൻറ്റു 100 ആക്കുമ്പോൾ ആ 100 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യും. സോ 0.04 ഇൻറ്റു 100 4 ആയി മാറും. 4 ഇൻറ്റു 2 ഇൻറ്റു 300, 4 ഇൻറ്റു 2 ഇൻറ്റു 300. ആൻസർ 2400 ജൂൾ എന്ന് കിട്ടും. ജൂൾ എന്നുള്ളതാണ് നമ്മുടെ ഹീറ്റ് എനർജിയുടെ യൂണിറ്റ്. ഇതാണ് ഫസ്റ്റ് പ്രോബ്ലം. ഇത്രയും പാർട്ട് വരെ ഞാൻ ചെയ്ത പോലെ തന്നെ ചെയ്യേണ്ടി വരും. ഇതിനു ശേഷം ഞാൻ ചെയ്ത അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. വേറെ നിങ്ങൾക്ക് നോർമലായി നിങ്ങൾ ചെയ്യുന്ന പോലെ 4 ഇൻറ്റു 200 ഇൻറ്റു 300 ചെയ്തിട്ട് പോയിന്റ് മാറ്റി വെച്ചാലും കുഴപ്പം വരില്ല. നെക്സ്റ്റ് പ്രോബ്ലം പേജ് നമ്പർ 12 തന്നെയുണ്ട്.
പ്രോബ്ലം പറഞ്ഞാൽ എങ്ങനെയാണ്? ഫൈൻഡ് ഔട്ട് ദ ഹീറ്റ് ഡെവലപ്ഡ് ഇൻ 3 minutes by a device of resistance 920 ohm working under 230 volt. ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് ഒരു പ്രോബ്ലം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യം അതൊന്ന് നന്നായിട്ട് വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ ഗിവൺ ഡാറ്റാസ് കിട്ടും. ആ പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് കിട്ടും. അതിൽ പെടുന്ന ഞാൻ പറയാൻ പോകുന്നത് ദ ഹീറ്റ് ഡെവലപ്ഡ് ഇൻ 3 minutes. മിനിറ്റ് എന്നുള്ളത് ടൈമിന്റെ യൂണിറ്റ് ആണ്. സോ ടി ഈസ് ഈക്വൽ ടു 3 minutes. ഒരിക്കലും നമ്മൾ പ്രോബ്ലം മിനിറ്റിൽ ചെയ്യാറില്ല. 1 minute is equal to 60 seconds. 2 minutes 2 into 60. 3 minutes 3 into 60. So 3 into 60 is equal to 180 seconds. Okay, so time is given. Then next given data is 920 ohm. 920 ohm. Ohm എന്നുള്ളത് റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. 920 ohm. Then last one 920 ohm working under 230 volt. V is equal to 230. ഹീറ്റ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നേരത്തെ 3 ഇക്വേഷൻ പറഞ്ഞിരുന്നു. ഫസ്റ്റ് ഇക്വേഷൻ H is equal to I square RT. Second one H is equal to V square by R into T. And last one H is equal to IVT. ഈ 3 ഇക്വേഷനിൽ ഏത് ഇക്വേഷനാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. നോക്കാം. ഗിവൺ ഡാറ്റയിൽ എച്ച് തന്നിട്ടില്ല. സോ അൺനോൺ ആയിട്ടുള്ള ഒരു സാധനമുണ്ട്, ഹീറ്റ്. വി തന്നിട്ടുണ്ട്, ആർ തന്നിട്ടുണ്ട്, ടിയും തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ എടുത്തു. ഫസ്റ്റ് ഇക്വേഷനിൽ എച്ച് അൺനോൺ ആണ്. സെക്കൻഡ് ആയിട്ട് കറണ്ട് തന്നിട്ടുണ്ടോ നമ്മൾ നമ്മുടെ ഗിവൺ ഡാറ്റയിൽ ചെക്ക് ചെയ്യും. കറണ്ട് തന്നിട്ടില്ലാത്തത് കാരണം ഒരു ഇക്വേഷനിൽ 2 അൺനോൺ വാല്യൂസ് ഉണ്ടെങ്കിൽ ആ ഇക്വേഷൻ നമുക്ക് ഒരിക്കലും ചൂസ് ചെയ്യാൻ പറ്റില്ല. അടുത്ത് നോക്കാം. സെക്കൻഡ് ഇക്വേഷൻ H is equal to V square by R into T. H എന്നുള്ളത് നമുക്കറിയില്ല, V തന്നിട്ടുണ്ട്, R തന്നിട്ടുണ്ട്, Tയും തന്നിട്ടുണ്ട്. സോ ഈ ഇക്വേഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. തേർഡ് ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. H തന്നിട്ടില്ല, I തന്നിട്ടില്ല. സോ ഈ ഇക്വേഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഒറ്റ ഇക്വേഷൻ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഇക്വേഷൻ ഞാൻ അവിടെ എഴുതാൻ പോകുന്നത് H is equal to V square by R into T. H is equal to V square by R into T എന്നുള്ള ഇക്വേഷനിൽ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. V square എന്നുള്ളതിന് പകരം V 230 എന്ന് തന്നിട്ടുണ്ട്. സോ 230 സ്ക്വയർ divided by R 920 into T 180. Okay, so V square എന്നുള്ളതിന് പകരം 230 സ്ക്വയർ divided by R എന്നുള്ളതിന് പകരം 920 into T 180. 230 square means 230 into 230 divided by 920 into 180. ഇങ്ങനെ ഡിവൈഡ് ചെയ്യാൻ വരുന്ന പ്രോബ്ലത്തിൽ ഒരു 99%ഉം കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തു പോകുന്ന വാല്യൂസ് ആയിരിക്കും തരിക. നോർമൽ ആയിട്ടുള്ള ഒരാൾ പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ചെയ്യും 230യെ 230 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് അതിനെ 920 കൊണ്ട് ഡിവൈഡ് ചെയ്യും, എന്നിട്ട് അഗൈൻ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇത്രയും ചെയ്യുമ്പോഴേക്കും നമുക്കൊരു 10 മിനിറ്റ്സോളം നമ്മുടെ കയ്യിൽ നിന്ന് ലോസ് ആവും. സിമ്പിൾ മെത്തേഡാണ് പറയുന്നത്. 230യും 920യും തമ്മിലൊരു റിലേഷൻ ആണ്. 230യിൽ 230 1 ടൈംസ് ആയിരിക്കും പോവുക, എന്നാൽ 920യിൽ കറക്റ്റ് 4 ടൈംസ് പോകും. ദെൻ 4നെ നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്യാം. 2 4ൽ 2 ടൈംസ് പോകും. 180യിൽ 2 90 ടൈംസ്. ദെൻ അഗൈൻ 2ൽ 2ൽ 1 ടൈംസ് പോകും. 230യിൽ 2 115 ടൈംസ്. സോ ലാസ്റ്റ് നമുക്ക് 115 into 90 എന്നുള്ള ചെറിയൊരു
കാൽക്കുലേഷൻ മാത്രമേ ചെയ്യേണ്ടി വരുള്ളൂ. അത് 90 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തൊരു 0 ആഡ് ചെയ്താലും മതി. ഓക്കെ, സോ 115 into 9. 9 into 5 45 into 5 ബാക്കി 4 ഉണ്ടാവും. 1 into 9 9 plus 4 13. 1 into 9 9 9 plus 1 10. 1035 എന്ന് കിട്ടും. പക്ഷെ നമ്മുടെ ആൻസർ ഒരിക്കലും 1035 ആയിരിക്കില്ല. ഇവിടെ ഒരു 0 നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ട്, അതുകൂടി ആഡ് ചെയ്യും. സോ H will be 10,350 ജൂൾ. ജൂൾസ് ലോയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോബ്ലത്തിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രോബ്ലം ടെക്സ്റ്റ് ബുക്കിന്റെ പേജ് നമ്പർ 13 കാണാൻ പറ്റും. ആ പ്രോബ്ലം പറയുന്നത് ഇങ്ങനെയാണ്: ലെറ്റ്സ് കാൽക്കുലേറ്റ് ദ ഹീറ്റ് ഡെവലപ്ഡ് വെൻ 3 ampere current flows through an electric iron box designed to work under 230 volt. ഈ ക്വസ്റ്റ്യനിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഇതിൽ ടൈം തന്നിട്ടില്ല. നോക്കാം എന്തൊക്കെയാണ് ഗിവൺ ഡാറ്റ എന്ന്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഹീറ്റ് ഡെവലപ്ഡ് വെൻ 3 ampere current. 3 ampere current, I is equal to 3 ampere. 3 ampere current flows through an electric iron box designed to work under 230 volt. V is equal to 230. കാണാൻ ചോദിച്ചിട്ടുള്ളത് ഹീറ്റ് എത്രയെന്നാണ് കാണാൻ ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഹീറ്റ് കാണാൻ ഒരു ഇക്വേഷനും ഇത്രയും ഡാറ്റ പോരാ. ഞാനത് കാരണം മലയാളം മീഡിയത്തിന്റെ ടെക്സ്റ്റും കൂടി ഒന്ന് റെഫർ ചെയ്തു. ആ മലയാളം മീഡിയത്തിന്റെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ടൈം ഹാഫ് ആൻ അവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ടൈം T is equal to half an hour. ഹാഫ് ആൻ അവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 30 മിനിറ്റ് ആണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും 30 മിനിറ്റിനെ നമ്മൾ ഒരിക്കലും മിനിറ്റിൽ പ്രോബ്ലം ചെയ്യാറില്ല, പകരം സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. സോ 30 into 60, 1800 seconds. ഈ ഒരു ഡാറ്റ നിങ്ങളുടെ ടെക്സ്റ്റിൽ പ്രിന്റ് ചെയ്തിട്ടില്ല, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, ദെൻ ഇത്രയും ഡാറ്റ യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് ഇക്വേഷൻ ആണ് ചൂസ് ചെയ്യാൻ നോക്കാം. സോ ഫസ്റ്റ് വൺ H is equal to I square ആയിട്ട് നമ്മുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. I സ്ക്വയറിന് I തന്നിട്ടുണ്ട്, R തന്നിട്ടില്ല. സോ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് ഇക്വേഷൻ H is equal to V square by R into T. V സ്ക്വയറിന് V തന്നിട്ടുണ്ട്, by R തന്നിട്ടില്ല. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇക്വേഷൻ H is equal to IVT. H is equal to IVT എന്നുള്ള ഇക്വേഷൻ ചൂസ് ചെയ്യാൻ പറ്റും. കാരണം H ആണ് നമുക്ക് കാണേണ്ടത്, IVT ഇത് മൂന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. I 3 ആംപിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 3 into V 230 into T 1800. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 0 കാണാൻ പറ്റും. ഈ 3 0 നമുക്ക് ഇക്വേഷനിൽ നമുക്ക് ഈ പ്രോബ്ലത്തിന്റെ ആൻസറിലേക്ക് മാറ്റി വെക്കാം. കാരണം 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ടൈം വേസ്റ്റ് ആക്കേണ്ട കാര്യമില്ല. ഇനി ബാക്കി മൾട്ടിപ്ലൈ ഉണ്ടാവുക 3 into 23 into 18. അത് ചെയ്ത് ആൻസർ ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫൈനൽ ആൻസർ ആവും. ആ കാൽക്കുലേഷൻ ആണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് 18 into 3. ഒരിക്കലും ഓർഡർ പോലെ 3 into 23 തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. 3 into 18 ചെയ്തു. 3 into 18 24ന് 4 എഴുതി, ബാക്കി 2 ഉണ്ടാവും. 1 into 3 3 plus 2 5 54 എന്ന് കാണാൻ പറ്റും. നെക്സ്റ്റ് വൺ, സോ 54 എന്ന് ഇവിടെ ഉണ്ടാവും. 54 into 23 into നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 3 സീറോസ് ആണ് കാണിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ 54 into 23. 3 into 4 12. So 2 ബാക്കി 1 എഴുതി വെച്ചിട്ടുണ്ട്. 5 into 3 15. 15 plus 1
16. 2 into 4, 8. 2 into 5, 10. 2, 6 plus 8, 14. 1 plus 0, 1. 1 plus 1, 2, 1. നമ്മുടെ ആൻസർ ഈ കാണിച്ചിരിക്കുന്ന 1242 അല്ല, അതിന്റെ കൂടെ 3 സീറോയും കൂടെ ഉണ്ടാവും. 1242, അതിന്റെ കൂടെ 3 സീറോ ഉണ്ടാവും. ഇതാണ് ഹീറ്റ് ഡെവലപ്പർ. സോ നമ്മുടെ ഗിവൺ ഡാറ്റയിലെ വാല്യൂസ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. H = IDT എന്നുള്ള ഇക്വേഷനിൽ I എന്നുള്ളതിന് പകരം 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 3 into V 230 ആണ് into T 1800. ഈ ഒരു സ്റ്റെപ്പിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡ് തന്നെ യൂസ് ചെയ്യുന്ന ഒരു നിർബന്ധമില്ല. നോക്കാം. ഇതില് നോക്കിയാൽ മനസ്സിലാവും 3 സീറോസ് കാണാൻ പറ്റും. പ്രോബ്ലത്തില് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ സീറോസ് ഉള്ളത് നമുക്ക് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആക്കി. സോ ഞാൻ ആദ്യം തന്നെ 3 സീറോസ് ആൻസറിന് വേണ്ടി മാറ്റി വെച്ചു. ആൻസറിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഉണ്ടാവുക 3 into 23 into 18. ഒരിക്കലും 3 into 23 തന്നെ ചെയ്യണമെന്ന് ആ ഒരു ഓർഡറിൽ തന്നെ ചെയ്യണമെന്ന് അങ്ങനെ ഒരു നിർബന്ധമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് ആദ്യം ചെയ്യാം. സോ ഫസ്റ്റ് വൺ 18 into 3 ചെയ്തു. 18 into 3, 3 into 8, 24 4, ബാക്കി 2 ഉണ്ടാവും. 1 into 3, 3 plus 2, 5, 54 എന്ന് കിട്ടും. 54 into ബാക്കിയുള്ളത് 23 ആണ്. 23 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 3 into 4, 12 ആണ്. 12 into 2 ബാക്കി 1 ഉണ്ടാവും. 5 into 3, 15, 15 plus 1, 16. 2 into 4, 8, 2 into 5, 10. 2, 6 plus 8, 14. 1 plus 0, 1. 1 plus 1, 2, 1. നമ്മുടെ ആൻസർ ഒരിക്കലും 1242 അല്ല, അതിന്റെ കൂടെ 3 സീറോയും കൂടെ ഉണ്ടാവും. സോ ഇത്രയും ജൂൾ ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ്. സോ ജൂൾസ് ലോയുമായി റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ജൂൾസ് ലോയെ റിലേറ്റ് ചെയ്ത 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ ആദ്യം തന്നെ. ഫസ്റ്റ് ജൂൾസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ്, അത് കഴിഞ്ഞ് ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ആൻഡ് ലാസ്റ്റ് വൺ പ്രോബ്ലംസ്. അപ്പൊ 3 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബോർഡിൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ജൂൾസ് ലോയുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ള പാർട്ട് എന്ന് പറയുന്നത് റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. ആ ഒരു പാർട്ടുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം.